30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടന സമ്മേളനം. തിരുവനന്തപുരം കനകക്കുന്നിലെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ചിലി സംവിധായകൻ പാബ്ലോ ലാറോ പരിപാടിയിൽ മുഖ്യാതിഥിയായി. ചലച്ചിത്ര മേഖലയിലെ സ്വതന്ത്ര ആശയങ്ങൾ ഒത്തുചേരുന്ന വേദിയിൽ മന്ത്രി സജി ചെറിയാൻ അതിജീവിതയ്ക്കൊപ്പമാണ് കേരളമെന്ന് ആവർത്തിച്ചു. ആയിരക്കണക്കിന് ഡെലിഗേറ്റുകൾ എഴുന്നേറ്റ് നിന്ന് കുറെ നേരം കരഘോഷം മുഴക്കി. അവര് പ്രഖ്യാപിച്ചു, അവൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. പെൺപോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രചോദനകരമായ മാതൃകയാണ് മലയാളത്തിലെ പ്രിയ നടിയെ IFFK കാണുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് ശക്തമായ അടിവരയിടുകയായിരുന്നു അന്ന് ആ വേദി. ഇന്ന് വീണ്ടും ഞാൻ ഈ വേദി പ്രഖ്യാപിക്കുന്നു, അവരുടെ അസാന്നിധ്യത്തിൽ അവൾക്കൊപ്പമാണ് കേരളം, കേരള ഗവൺമെന്റ്. പാലസ്തീൻ അംബാസിഡർ അബ്ദുള്ള M. അബു ഷഫീഖ്, ജർമ്മൻ അംബാസിഡർ ഡോക്ടർ ഫിലിപ്പ് അക്കർമേൻ എന്നിവരായിരുന്നു വിശിഷ്ടാതിഥികൾ. ഡോക്ടർ ഫിലിപ്പ് അക്കർമേൻ മലയാളത്തിലെ അഭിനയ ഇതിഹാസങ്ങളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും യുവതാരം ദുൽഖർ സൽമാന്റെയും പേരെടുത്തു പറഞ്ഞത് കാണികൾ കരഘോഷത്തോടെ സ്വീകരിച്ചു. കനേഡിയൻ ചിത്രകാരി കെലി ഫൈഫ് മാർഷലിന് സാംസ്കാരിക മന്ത്രി സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സമ്മാനിച്ചു. 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പരിപാടിയിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.